ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. ഭാഗവത തത്വങ്ങൾ നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇന്നലെ വൈകുന്നേരത്തെ നമ്മൾ മഹാഭാരതത്തിൽ അതിമനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ശ്രീമദ് ഭാഗവത്തിൽ വ്യക്തിയുടെ മഹത്വം നമ്മൾ പഠിച്ചു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെങ്ങനെ ഭഗവാനെ ആശ്രയിക്കണം എന്നതാണ് നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ നിന്ന് പഠിച്ചത്. ഇനി നമുക്ക് മുന്നോട്ട് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥം വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദായ നഗരവിരാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാസവാനവി ദേവി ദയതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദാ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗ വിരദവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിഷ്ണുരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമിസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാംബുജോ രാധാമധുരമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാനഭിസേവ്യമാനോ സ്മരാമി. ശ്രീമദ് രാസരസ്മാരംഭീവം ശ്രീവടത്തടസ്ഥിത കർഷൻ വേണുസ്വനേ ഗോപിർഗോപിനാഥശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസുദേവ ഗൗരഭക്തഗণ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസുദേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ സത്സംഗത്തിൽ ഒരു സജ്ജനമായിട്ടുള്ള സമ്പർക്കത്താൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്.
പ്രധാനമായിട്ടും രണ്ട് സംഭവങ്ങളിൽ നിന്നാണ്. ഒന്ന്, ധൃതരാഷ്ട്രർ മക്കൾ മരിച്ചതിന് ശേഷവും കൊട്ടാരത്തിൽ തന്നെ നിൽക്കുകയാണ്. അതും പാണ്ഡവരുടെ കൂട്ടത്തിൽ തന്നെ. ഇതേ പാണ്ഡവരെ തന്നെയാണ് പല പ്രാവശ്യം കൊല്ലാൻ നോക്കിയത് എന്നാണ് വിതുരർ പറയുന്നത്, അല്ലേ? വിതുരർ പറയുകയാണ്, അങ്ങ് എന്തുകൊണ്ട് ഇപ്പോഴും കൊട്ടാരത്തിൽ തന്നെ താമസിക്കുന്നു? അങ്ങ് എത്രയോ പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ച അതേ പാണ്ഡവരുടെ കൂട്ടത്തിലാണ് അങ്ങ് താമസിക്കുന്നത്. അതും കൂടാതെ അങ്ങയുടെ മക്കൾക്ക് മരണത്തിന് കാരണമായ പാണ്ഡവരുടെ കൂട്ടത്തിലുമാണ് താമസിക്കുന്നത്. ഇതൊരു പക വിദ്വേഷം വെച്ചിട്ടല്ല വിതുരർ പറഞ്ഞത്. കാരണം ഇനി എന്തിനാണ് ഇപ്പോഴും ഇത്രയും വൃദ്ധനായിട്ടും ആ വീട്, കുടുംബം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം, ഭരണം എൻ്റെ കയ്യിൽ നിൽക്കണം എന്നുള്ള ആ ഒരു പിടിവാശി, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനിയെങ്കിലും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പൊയ്ക്കൂടെ? അതിനെക്കുറിച്ച് പറയാം. പിന്നെ അതുകൂടാതെ ഇതെല്ലാം കേട്ടപ്പോൾ ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ വിരക്തി വർദ്ധിച്ചു. ധൃതരാഷ്ട്ര അവിടെ നിന്ന് പോവുകയാണ്, ഒപ്പം ഗാന്ധാരി ദേവിയും. ആദ്യമായിട്ട് ഈ സത്സംഗത്തിൽ വരുന്ന ഭക്തരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം, അതിലെ പ്രധാന തത്വങ്ങളെ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ കഥകൾ മിക്ക ഭക്തർക്കും അറിയാവുന്നതാണ്. കഥ ചുരുക്കത്തിൽ നമ്മൾ പഠിക്കുന്നു. അതുകൂടാതെ അതിലെ മെയിൻ തത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുകയാണ്. യുധിഷ്ഠിർ മഹാരാജ് ധൃതരാഷ്ട്രർ പോയി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു. അദ്ദേഹം അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കാൻ പോവുകയായിരുന്നു. ഉടൻ തന്നെ നാരദ മഹർഷി അവിടെ എത്തുകയാണ്. നാരദ മഹർഷി പറഞ്ഞു, അവരെ അവരുടെ വഴിക്ക് വിടൂ, അവരുടെ മോക്ഷത്തിലേക്കുള്ള യാത്രയിലാണ് അവരെ അതിൽ നിന്ന് തടയരുത് എന്ന് പറയുകയാണ്. അങ്ങനെ നാരദ മഹർഷി വന്ന് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് യുധിഷ്ഠിരന് കുറച്ചും കൂടെ വ്യക്തത കിട്ടിയത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന വ്യക്തത നമുക്ക് കിട്ടുന്നത് ഗുരുവിലൂടെയാണ്, ഗുരു പരമ്പരയിലൂടെയാണ്. ആധികാരികമായ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്കൊരു ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. നാരദ മഹർഷി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാണ്ഡവർ അവരുടെ രാജ്യാധികാരം എല്ലാം ഉപേക്ഷിച്ചിട്ട് വാനപ്രസ്ഥം സ്വീകരിക്കുക. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നാരദ മഹർഷി വന്ന സമയത്ത് നാരദ മഹർഷി പറഞ്ഞിരുന്നു, എല്ലാവരും അവരുടെ ജീവിതാന്ത്യ വേളയിൽ വാനപ്രസ്ഥം സ്വീകരിക്കേണ്ടതാണ്. എന്താണ് ഈ വാനപ്രസ്ഥം? പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് 5 വയസ്സുള്ള ഒരു കുട്ടി ഗുരുകുലത്തിൽ പോകും. ഏകദേശം 25 വയസ്സ് പ്രായം വരെ ആ കുട്ടി അവിടെ ഗുരുവിൽ നിന്നും എല്ലാ അറിവുകളും നേടിയെടുക്കും. ആ അറിവുകൾ ക്ഷത്രിയനാണെങ്കിൽ ആയോധന കലകളും കാണും. അതിനോടൊപ്പം ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണ്യ കർമ്മങ്ങളിലും, വൈശ്യനാണെങ്കിൽ വൈശ്യന്റെ ധർമ്മം അനുസരിച്ചുള്ള കാര്യങ്ങളുമൊക്കെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം 25-ാമത്തെ വയസ്സിൽ ആ കുട്ടി സ്വയം തീരുമാനമെടുക്കും, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നോ അതോ ബ്രഹ്മചര്യ വ്രതത്തിൽ തന്നെ തുടരണമോ. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ ആ കുട്ടി തിരിച്ചു പോവുകയാണെങ്കിൽ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കടക്കും. അന്നേരം ഈ 25 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആയുസ് കൂടുതലുള്ള യുഗങ്ങളിൽ അതിനനുസരിച്ച് ഈ സമയത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 25 വയസ്സെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 25-ാമത്തെ കാരണം മുൻ യുഗങ്ങളിൽ 1,00,000 ആയുസ്സുണ്ടായിരുന്നു സത്യയുഗത്തിൽ, ത്രേതായുഗത്തിൽ 10,000 വർഷം, ദ്വാപരയുഗത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് 1000 വർഷം, അങ്ങനെയൊക്കെ ആയുസ്സിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഗുരുകുലത്തിൽ ഇത്രയും കാലമാണ് പഠിക്കുന്നത്. ബാക്കിയെല്ലാം നിർദ്ദേശങ്ങൾ പുരോഹിതന്മാരിൽ നിന്നും കിട്ടും, രാജപുരോഹിതന്മാരിൽ നിന്നൊക്കെ. രാജാവിൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് കുറേ ബ്രാഹ്മണരും ഗുരുക്കളും കാണും. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടിക്കാലത്ത് തന്നെ പഠിക്കാം. ഈ ചുരുങ്ങിയ കാലം കൊണ്ട്
ആ ഒരു കുട്ടി പ്രാപ്തനാവും ഈ ലോകത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാനായിട്ട്. അതൊരു രാജാവിൻ്റെ കർത്തവ്യങ്ങളാണെങ്കിലും ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും എല്ലാം പഠിക്കുക എന്നുള്ളത്. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ 25-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ, അതായത് ഒരു മനുഷ്യൻ്റെ കാൽഭാഗം പൊതുവെ പഠനത്തിൽ പോകും, അടുത്ത കാൽഭാഗം ഗൃഹസ്ഥ ജീവിതത്തിൽ. അങ്ങനെ ജീവിതത്തിൻ്റെ പകുതിയോളം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 100 വർഷം ഇന്ന് ആർക്കും ഇല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ശരീരം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് നമ്മുടെ ആയുസിൻ്റെ പകുതി പ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഏകദേശം പകുതിയും കൂടെ ഉള്ളൂ. അതായത് പകുതി ആയപ്പോഴേ നമ്മൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഇനി എത്ര കാലം ഓടുമെന്ന് നമുക്കറിയാമല്ലോ ഏകദേശം. നമുക്കറിയാം ഒരു പീക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, ഇനി താഴോട്ട് പോവുകയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ വാനപ്രസ്ഥം എടുത്തിരിക്കണം. കാരണം നമ്മുടെ ശരീരം തീരെ പ്രവർത്തനരഹിതമാകുന്നത് വരെ നമ്മൾ കാത്തിരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. കാരണം നമ്മുടെ ആയുസിൻ്റെ ഒരു പ്രധാന ഘട്ടം നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ദൈനംദിന ജീവിതത്തിലെ ആഹാരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്, അല്ലേ? യൗവനം മുഴുവൻ അതിനു വേണ്ടിയല്ലേ പോകുന്നത്. യൗവനം നല്ലൊരു വിദ്യാഭ്യാസം, പിന്നെ നല്ലൊരു ജോലി, അതിലൂടെ ലഭിക്കുന്ന കാശ് വെച്ച് നമ്മുടെ ഉപജീവനം. അത് എത്ര കോടാനുകോടി രൂപ ഉണ്ടാക്കുന്ന വ്യക്തികളാണെങ്കിലും അവരും അവരുടെ ആഹാരത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അതെങ്ങനെ? അവരുടെ ലക്ഷ്യം എന്താ? എന്നേക്കുമായിട്ട് എൻ്റെ 3-4 തലമുറ കഴിഞ്ഞാലും എൻ്റെ കുടുംബത്തിൽ ആർക്കും പട്ടിണി ഉണ്ടാവരുത് എന്നുദ്ദേശിച്ചിട്ടാണ് അവരിങ്ങനെ കാശുണ്ട്. അതായത് എല്ലാം ഉപജീവനത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഉപജീവനം തടഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ എന്നെന്നും ഉപജീവനത്തിനുള്ള വക എന്നും ഉണ്ടായിരിക്കണം. പിന്നെ ലക്ഷറിയസ് ലൈഫ്, ആർഭാടമായിട്ടുള്ള ജീവിതം, അതിനൊക്കെ വേണ്ടിയാണ് ഓരോ ആൾക്കാരെല്ലാം ചെയ്യുന്നത്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രധാനമായിട്ട് അവരുടെ ശരീരത്തെ നിലനിർത്തുന്നത് ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും ഓടുന്നത്, അല്ലേ? എന്നിട്ട് നമ്മുടെ പകുതിയോളം ആയുസ് നമ്മുടെ ഉപജീവനത്തിന് തന്നെ പോവുകയാണ്. ഈ ബാക്കിയുള്ള പകുതി ആയുസും കൂടെ അതിനുവേണ്ടി തന്നെ കളയണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചില വ്യക്തികളെ കാണാറുണ്ട്, 60-70 വയസ്സായിട്ടും അവർ ജോലിക്ക് പോകേണ്ട ഒരവസ്ഥ. അത് വളരെ നിർഭാഗ്യകരമാണ്. മടി പിടിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരുടെ ജീവിതം അങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാനോ? വീട്ടിലെ ചിലവുകൾ കംപ്ലീറ്റ് ചെയ്യാനോ അതിനൊക്കെ ഒരു 60-70 വയസ്സായിട്ടും അവർക്ക് അവരുടെ എന്താ പറയുക പുറമേയുള്ള ജോലി നിർത്താൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. നമ്മൾ ഒരു 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ ഏർപ്പെടരുത്. അതിൽ നിന്ന് വിരമിക്കണം. പൊതുവേ 60 വയസ്സാണ് നമ്മുടെ ഓഫീസുകളിലൊക്കെ, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ റിട്ടയർമെൻറ്റ് ഏജ് ഓക്കെ. പിന്നെ റിട്ടയർമെൻറ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം സത്സംഗത്തിൽ പറഞ്ഞു, ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് മാത്രമല്ല, ഭൗതികമായിട്ടുള്ള എല്ലാത്തിൽ നിന്ന് വിരമിക്കുന്നതാണ് റിട്ടയർമെൻ്റ് എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജോലിക്ക് പോകുന്നില്ല എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നമ്മൾ വേറെ പല എൻഗേജ്മെൻറ്റ്സിലും ഏറ്റെടുക്കും. ഇപ്പം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡായ വ്യക്തികൾ, അവർ ചിലപ്പോൾ എന്തു പറയുന്നു, സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലൊക്കെ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇറ്റ്സ് ഓൾ റിവോൾവിങ് അറൗണ്ട് മണി. കാശിനോട് ചുറ്റിപ്പറ്റി തന്നെയാണ് എല്ലാവരുടെയും ജീവിതം. കാശ് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്, പക്ഷേ കാശ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാശിൻ്റെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ കാശ് കൊണ്ട് മേടിക്കാൻ പറ്റാത്ത പലതും നമുക്ക് നഷ്ടമായിക്കൊണ്ടേയിരിക്കും, അല്ലേ? അതെപ്പോഴും ഓർക്കുക. അതൊരിക്കലും പിന്നെ നമുക്ക് എത്ര കാശ് കൊടുത്താലും തിരിച്ച് വാങ്ങാൻ കഴിയില്ല. നമ്മുടെ യൗവനം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല, കുടുംബജീവിതം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുള്ള ആ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അവസാന വൃദ്ധാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു ഇതിനൊക്കെ വേണ്ടി, പക്ഷേ ഒരു ദിവസം നമ്മൾ മരണത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വിട്ടിട്ട് പോവുകയാണ്. നമ്മൾ ഇത്രയും അഹോരാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുപോകുന്നില്ല,
എന്നിട്ട് ഏത് ശരീരത്തിന് സുഖഭോഗം നൽകാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്, ആ ശരീരം പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ആ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ കുലം നമുക്ക് നഷ്ടപ്പെടുന്നു, കുടുംബം നഷ്ടപ്പെടുന്നു, ആ കുലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നഷ്ടപ്പെടുന്നു, ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും തീരുന്നു. പിന്നെ അടുത്ത ജന്മം എന്തായിരിക്കും എന്ന് പോലും പറയാൻ കഴിയില്ല. ഇനി ഈ ജന്മം സുഖലോലുപനായിട്ട് ജീവിച്ചതുകൊണ്ട് അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടുമെന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ തന്നെ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു പണക്കാരൻ അല്ലെ, വായി തോന്നിയ എന്തും വിളിച്ചു പറയുന്നുള്ളൂ, ആരോട് എന്തും പറയാമെന്നായി. എല്ലാവരും പറയുന്നു ആളെ മൂടാനുള്ള കാശ് ആളുടെ ഉണ്ടെന്ന്. എന്തായാലും അടുത്ത ജന്മം എന്താവുമെന്ന് ഭഗവാനെ അറിയത്തുള്ളൂ. ഇവരെല്ലാവരും പൂർവജന്മ പുണ്യം കൊണ്ട് ലഭിച്ച സമ്പത്തിൽ എല്ലാം മറന്ന് ജീവിക്കുകയാണെന്നുള്ളതാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ആധ്യാത്മിക പുരോഗതി, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക. അതിന് ഏറ്റവും ഉത്തമ മാർഗം, ഏറ്റവും ഉയർന്ന മാർഗം. പല വ്യക്തികളും കലിയുഗത്തിൽ ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ പരമോന്നത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോലോകപ്രാപ്തിയാണ്. അതിനു വേണ്ടിയുള്ള ഏറ്റവും ഉത്തമ മാർഗം, ഏറ്റവും സരളമായ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. നമ്മൾ ഭഗവാന്റെ തിരുനാമം 16 മാല നിത്യവും ജപിക്കുകയാണെങ്കിൽ, 4 യമനിയമങ്ങൾ പാലിക്കുകയാണ്, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ ദീക്ഷ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ കഴിയും. നമ്മുടെ കുടുംബജീവിതത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നോക്കുക. അതിനോടൊപ്പം പ്രായം കൂടുന്നതിനനുസരിച്ച് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും റിട്ടയർമെൻറ്റിലേക്ക് പോവുക. ബേസിക്കലി ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ചിന്തകൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചിരിക്കുന്നത്, അല്ലെ, ഏത് മേഖലകളിലാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്, അതിനെയാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത്. അന്നേരം പുറമേ നമ്മൾ ഇപ്പോഴും വ്യവഹാര ലോകത്തിലെ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുക? നമ്മളെപ്പോഴും ഓർക്കുക, ഒരു ദിവസം നമ്മൾ മരിക്കേണ്ടവരാണ്. മരിച്ചതിന് ശേഷം ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ആരായിരിക്കും നോക്കുന്നത്? നമ്മൾ പോയതുകൊണ്ട് ഈ ലോകമൊന്നും അവസാനിക്കത്തില്ലല്ലോ, നമ്മുടെ കുടുംബമൊന്നും പൂർണ്ണമായിട്ടും സ്തംഭിച്ചൊന്നും പോകത്തില്ലല്ലോ. കാരണം അത്രത്തോളം സ്നേഹം ആർക്കും നമ്മളോടില്ല എന്നും കൂടി മനസ്സിലാക്കുക. നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ലോകം നടക്കുന്നത്, അതേപോലെ തന്നെയായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകം നടക്കാൻ പോകുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉണ്ടായാലേ പറ്റൂ എന്ന് വിചാരിക്കരുത്. അത് തന്നെയാണ് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നത്. യുധിഷ്ഠിര, നീയാണ് അവരെ സംരക്ഷിക്കുന്നതെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. നീ ഒരു നിമിത്തമാകുന്നേ ഉള്ളൂ. ഈ ലോകത്തെ എല്ലാ ജീവാത്മാക്കൾക്കും അർഹിക്കുന്നത് അവർക്ക് കിട്ടും. അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ നീ സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും വേറെ ആരെങ്കിലും അവരെ സംരക്ഷിക്കും. അത് പറഞ്ഞു കൊടുക്കുക. എത്ര ഉയർന്ന തത്വങ്ങളാണല്ലേ. പോകുന്നതിന് മുമ്പേ നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞിരുന്നു, ഭഗവാൻ കൃഷ്ണൻ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി, അതുകൊണ്ട് നിങ്ങൾക്കും ഈ ലോകത്തിൽ നിന്നും പോകുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങാം എന്ന് നാരദ മഹർഷി പറഞ്ഞിരുന്നു. ഡയറക്റ്റ്ലി പറഞ്ഞില്ല, പക്ഷേ ഭഗവാന്റെ ലീലകൾ അവസാനിക്കാറായി. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഭഗവാൻ ഓൾറെഡി പോയി. അത് യുധിഷ്ഠിരൻ അറിഞ്ഞില്ല. പിന്നെ അർജുൻ വന്നിട്ടാണ് പറയുന്നത്. പക്ഷെ അതായത് ധൃതരാഷ്ട്രരെയും ഗാന്ധാരി ദേവിയും വിദുരരെയും തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് യുധിഷ്ഠിര മഹാരാജ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നാരദ മഹർഷി പറയുന്നത്, നീ നിന്റെ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുക, അവരെ കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം എന്താ, അവരുടെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താറായി. അധികം താമസിയാതെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ധൃതരാഷ്ട്രർ അദ്ദേഹത്തിൻ്റെ ശരീരം ത്യജിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ അഗ്നിയിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം ഭസ്മമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗാന്ധാരി ദേവി ആ അഗ്നിയിൽ ചാടും. അങ്ങനെ അവർ രണ്ടുപേരും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും എന്ന് ഇവിടെ പറയുകയാണ്. ഏഴ് മാസങ്ങൾക്ക് മുമ്പേ അർജുനൻ
ദ്വാരകയിലേക്ക് പോയതായിരുന്നു. അതായത് ഈ സംഭവം നടക്കുമ്പോൾ, അതായത് നാരദ മഹർഷി പറഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, ഏകദേശം 7 മാസമായി അർജുൻ ദ്വാരകയിൽ പോയിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി പോയതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ യുദ്ധമെല്ലാം കഴിഞ്ഞ് ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും പരീക്ഷത്തിനെ രക്ഷിച്ചു. അതിനുശേഷം എല്ലാവരോടും ഭീഷ്മരും ശരീരം ത്യജിച്ചു. അതിനുശേഷം ഭഗവാൻ കുറച്ചു കാലം ഹസ്തിനപുരിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ പോയി. അത് നമ്മൾ പഠിച്ചു അല്ലാണ്ട്. അതുകഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിയതും അതൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അർജുൻ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ദ്വാരകയിലേക്ക് ഭഗവാനെ കാണാനായിട്ട്. അങ്ങനെ അർജുൻ പോയിട്ട് ഏകദേശം 7 മാസം കഴിഞ്ഞു. പക്ഷെ 7 മാസം കഴിഞ്ഞിട്ട് അർജുൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് യുധിഷ്ഠിര മഹാരാജന് ഒരുപാട് അപശകുനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു രാജ്യത്തിൽ. കാലാവസ്ഥ ക്രമം തെറ്റി വരുന്നു, മഴ ശക്തമാകുന്നു, ചിലപ്പോൾ മഴ തീരെയില്ല. അങ്ങനെ പല പല കാലാവസ്ഥയുടെയൊക്കെ സന്തുലിത അവസ്ഥ തെറ്റുന്നതായിട്ട് കണ്ടു. ആൾക്കാരുടെ ആർത്തി വർദ്ധിക്കുന്നു, അവരുടെ മറ്റുള്ളവരെ ചതിക്കാനുള്ള പ്രവണത വർദ്ധിക്കുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഭീമനോട് ഇങ്ങനെ ചർച്ച ചെയ്യണം. ഭീമ, എനിക്ക് തോന്നുന്നു കലിയുഗം ആരംഭിക്കാറായെന്ന്. കാരണം രാജ്യത്തിൽ മൊത്തത്തിൽ അപശകുനങ്ങൾ കാണാൻ തുടങ്ങുന്നു. അപ്പോഴേക്ക് അർജുൻ എത്തി. അർജുനാണെങ്കിൽ ഒരു ശവത്തെ പോലെയാണ് വന്നിരിക്കുന്നത്. മുഖത്തൊരു പ്രസന്നതയില്ല, മുഖത്തെ ആ തേജസ്സൊക്കെ മങ്ങി. അർജുൻ ഒരുപാട് ദുഃഖത്തിൽ ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് യുധിഷ്ഠിരൻ ഒരുപാട് വിഷമായി. യുധിഷ്ഠിരൻ ചോദിച്ചു, പല പല ചോദ്യങ്ങളും ചോദിച്ചു. എന്താ അർജുന, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിന്നെ ആരെങ്കിലും തോൽപ്പിച്ചോ? നീ ആർക്കെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ട് അവരെ രക്ഷിക്കാൻ പറ്റാതെയായോ? അതോ നിന്നെക്കാട്ടിയും യോഗ്യത കുറഞ്ഞ ഒരു യോദ്ധാവിൽ നിന്ന് തോറ്റോ? അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പിന്നെ ദ്വാരകാവാസികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നമ്മുടെ ഭഗവാനും ബലരാമസ്വാമിയൊക്കെ വളരെ സുഖമായിട്ടിരിക്കുമല്ലേ? ദേവകി അമ്മയ്ക്കും വസുദേവർക്കും ഒക്കെ സുഖമായിട്ടിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അർജുന, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അതോ നമ്മുടെ എല്ലാം പ്രിയ ഭഗവാൻ നമ്മളെ വിട്ടു പോയോ എന്ന് വളരെ വിഷമത്തോടുകൂടി യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. യുധിഷ്ഠിരൻ അത് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷേ ആ ഒരു വാർത്ത കേൾക്കാൻ യുധിഷ്ഠിരന് താല്പര്യമില്ല. പിന്നെ എല്ലാവരും മനസ്സിലാക്കുക, ഭഗവാന് മരണമില്ല, ഭഗവാൻ അപ്രത്യക്ഷമാവുകയാണ്. ഭഗവാന്റെ വിരഹം പാണ്ഡവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ, ഇന്നലെ മഹാഭാരതത്തിൽ എന്തുമാത്രം പാണ്ഡവർ ഭഗവാനെ സ്നേഹിക്കുന്നു, ഭഗവാൻ പാണ്ഡവരെ എന്തുമാത്രം സ്നേഹിക്കുന്നു അല്ലേ? അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭഗവാൻ നമ്മളെ വിട്ട് പോയോ എന്ന് ചോദിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞിട്ടും അർജുൻ മിണ്ടാതിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്തായ ഭഗവാൻ നമ്മളെ വിട്ടു പോയോ? അതല്ലാതെ വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല നീ ഇത്രയും ദുഃഖിതനായിട്ടെന്ന്. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ഈ ലോകത്തിലുള്ള ഒരു സുഖമോ ഒരു ദുഃഖമോ ഒരു യഥാർത്ഥ ഭക്തനെ ബാധിക്കാറില്ല, തീരെ ബാധിക്കാറില്ല. എത്ര വലിയ ദുഃഖമാണെങ്കിലും എത്ര വലിയ സുഖമാണെങ്കിലും അതിലൊന്നും ഒരു ഭക്തൻ സംഭ്രമത്തിലാകാറില്ല. നമ്മളെയും അത് ബാധിക്കാൻ പാടില്ല. നമ്മൾ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു സുഖമോ ഒരു ദുഃഖമോ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുഖം, ഏറ്റവും വലിയ ദുഃഖം, അതെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഭഗവാന്റെ സേവനങ്ങൾ തടസ്സപ്പെടുമോ എന്ന് ഒരു ചിന്ത വരുമ്പോഴാണ് ആ ഭക്തന് ഏറ്റവും കൂടുതൽ ടെൻഷനും വിഷമവും വരുന്നത്. സേവനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ ഭക്തന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കും. അന്നേരം ഒരു യഥാർത്ഥ ഭക്തന്റെ സുഖവും ദുഃഖവും എപ്പോഴും ഭഗവാന്റെ സേവനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്.
ഒരു പ്രഭു ചോദിക്കുന്നു, ഹരേ കൃഷ്ണ, ഭഗവാൻ പോകുമ്പോൾ ബലരാമസ്വാമി എവിടെയാണ്? ബലരാമസ്വാമിയെ കുറിച്ച് എന്ത് പറയാനാണ്? ഭഗവാൻ പോകുന്നതിന് മുമ്പേ ബലരാമസ്വാമി പോയി. എല്ലാ ബന്ധുക്കളെയെല്ലാം ഭഗവാനും ബലരാമസ്വാമിയും കൂടെ അടിച്ചു കൊല്ലുകയാണ്, സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ. ഹരേ കൃഷ്ണ. അതായത് പ്രഭാസ തീർത്ഥത്തിൽ, പ്രഭാസ് ക്ഷേത്രത്തിൽ അവിടെ വന്ന് എല്ലാവരും യജ്ഞമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പാനകം കുടിക്കുകയാണ്. ഒരു പ്രത്യേകതരം ഒരു പാനകമായിരുന്നു അത്. കള്ളായിട്ട് പറയുന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കള്ളല്ല. ഇത് പ്രത്യേകതരം ദിവ്യമായിട്ടുള്ള ഒരു പാനകമാണ്. അന്നേരം പക്ഷെ അതേ സമയത്ത് അതിൽ ഒരു ഉന്മാദാവസ്ഥയുണ്ട്. അതെങ്ങനെയാണോ നമ്മൾ ഈ നല്ല മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഉന്മത്താവസ്ഥയിൽ വരുന്ന, അതേപോലെ സുഖത്തിൻ്റെ ഒരു ഉന്മാദാവസ്ഥയില്ല, അതേപോലെ അതൊരു കാരണമായെന്നേ ഉള്ളൂ. അങ്ങനെ അരി കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേകതരം ദ്രവ്യമായിരുന്നു അത്. അങ്ങനെ എല്ലാവരും തമ്മിൽ അതൊക്കെ കുടിച്ചു. അതിന് മുന്നോട്ട് നമ്മൾ പഠിക്കും. തമ്മിൽ കുടിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അങ്ങനെ അതിനു മുമ്പേ അറിയാമല്ലോ സാമ്പൻ്റെ ചരിതം. അങ്ങനെ ഒരു ശാപത്താലാണ് യദുക്കളുടെ നാശം മുഴുവൻ ആ ഒരു ഇരുമ്പുലക്കയിൽ നിന്നാകണം എന്ന് ശാപം ലഭിക്കുകയാണ്. അങ്ങനെ ആ ഇരുമ്പുലക്ക വളരെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സമുദ്രത്തിലേക്ക് കളയുകയാണ്. പൊടിച്ച് കളയുകയാണ്. അവസാനം ഒരു തുണ്ട് ബാക്കി വന്നു. അതാണ് കാട്ടാളിന് കിട്ടുന്നതും. കാട്ടാളിനത് അമ്പിൻ്റെ മുമ്പിൽ വയ്ക്കുകയും അത് വെച്ചിട്ടാണ് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് അസ്ത്രം അയക്കുന്നത്. പിന്നെ ഇതേ സമയത്ത് തന്നെ അതിനു മുമ്പായിട്ട് ഈ ഇരുമ്പ് വെച്ച് പ്രത്യേകതരം ഒരു പുല്ല് അവിടെ വളരുകയാണ്. ആ പുല്ല് ഇരുമ്പിനെ പോലെ തന്നെ നല്ല മൂർച്ചയുള്ള പുല്ലുകളാണ്. ആ പുല്ല് അവസാനം തമ്മി ആയുധങ്ങൾ വെച്ച് അടിച്ചു, വടികൾ വെച്ച് അടിച്ചു. പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ ആയുധങ്ങളൊന്നും ഇല്ലാതായപ്പോൾ ആ പുല്ലെടുത്തിട്ട് ആ പുല്ല് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണല്ലോ. വളരെ മൂർച്ചയേറിയ പുല്ലുകളായിരുന്നു. അങ്ങനെ തമ്മി അടിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അതിന് മുമ്പായിട്ട് ഒരു സംഭവം നടക്കും. ഭഗവാൻ അവരോട് ചെന്ന് പറയുകയാണ്, അടിക്കരുതെന്ന് പറയുകയാണ്. അപ്പം ഭഗവാനെ അടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ബലരാമസ്വാമി ദേഷ്യം വരും. ബലരാമസ്വാമിയും ഇടയ്ക്ക് കയറി എല്ലാവരെയും അടിക്കാൻ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ബലരാമസ്വാമിക്കും അടി കിട്ടി. അന്നേരം ബലരാമസ്വാമി അടിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു. ഭഗവാനും എല്ലാവരെയും അടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ബാക്കി വന്നവരെ ഭഗവാനും ബലരാമസ്വാമിയും കൂടെയാണ് കൊല്ലുന്നത്. ഇതെല്ലാം സ്വന്തം മക്കളും കൊച്ചുമക്കളും ഇങ്ങനെ പോയെന്ന് കണ്ടപ്പോൾ ബലരാമസ്വാമിക്ക് ഒരുപാട് വിഷമം. ഭഗവാനാണ് ബലരാമസ്വാമി, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ എന്നാലും ലീലയുടെ ഭാഗമായിട്ട് ബലരാമസ്വാമിക്ക് ഒരുപാട് വിഷമായി. അങ്ങനെ ആ പ്രഭാസ ക്ഷേത്രത്തിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ധ്യാന നിമഗ്നായിട്ട് ഇരുന്നിട്ട് അവിടുന്ന് അപ്രത്യക്ഷമാണ്. അങ്ങനെയാണ് ബലരാമസ്വാമി പോകുന്നത്. പിന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ഗുരുജി, ഇതൊക്കെ ഭഗവാൻ മുമ്പേ തന്നെ നിശ്ചയിച്ച് നടന്നതല്ലേ? തീർച്ചയായിട്ടും ഭഗവാന്റെ നിശ്ചയം ഒന്നും നടക്കത്തില്ലല്ലോ. പിന്നെ എല്ലാം പുറമേ ഒരു കാരണങ്ങളാവുന്നു, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ നിയന്ത്രണത്തിനപ്പുറം ഒന്നും നടക്കത്തില്ല. എന്നാൽ ഇവിടെ യുധിഷ്ഠിരൻ മഹാരാജ് ചോദിച്ചു, അർജുന, നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്തായ നമ്മുടെ ഭഗവാൻ അപ്രത്യക്ഷനായതുകൊണ്ടാണോ, നമ്മളെ വിട്ട് പോയതുകൊണ്ടാണോ നീ ഇത്രയും വിഷമത്തിലിരിക്കുന്നത്? അന്നേരം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഈ ലോകത്ത് ഒരു സുഖമോ ഒരു ദുഃഖമോ ഭക്തനെ ബാധിക്കാറില്ല. ആ സുഖവും ദുഃഖവും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രമേ ഒരു ഭക്തനെ ബാധിക്കാറുള്ളൂ. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അത് ഈ ലോകത്തിൽ ഉള്ള ഒരു സുഖമോ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ പാടില്ല. നമുക്കതിൽ തീരെ താല്പര്യം കാണരുത്. അത് അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ആയിരിക്കണം.
അങ്ങനെ ആയില്ലെങ്കിൽ നമ്മൾ ഭക്തിയിൽ പുരോഗമിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലോകത്തിലെ ഒരു സുഖത്തിലും നമ്മൾ വീണു പോകരുത്, ഒരു ദുഃഖത്തിലും വീണു പോകരുത്. നമ്മൾ വീണു പോകുന്നത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട സുഖത്തിലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ദുഃഖത്തിലുമായിരിക്കണം. ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അർജുൻ എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ സാരഥി കൃഷ്ണൻ, ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ വിട്ടു പോയിരിക്കുകയാണ്. അതോടുകൂടി എൻ്റെ ശക്തി, എല്ലാ ദേവന്മാരെ പോലും അതിശയിപ്പിച്ച ആ ശക്തിയെല്ലാം എനിക്ക് നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു നിമിഷത്തെ വിരഹം പോലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശൂന്യമാക്കി കളയും. അദ്ദേഹത്തിൻ്റെ കാരണത്താലാണ് ഞാൻ ദ്രൗപദിയെ സ്വയംവരത്തിൽ ജയിച്ചതും ദേവേന്ദ്രനെ തോൽപ്പിച്ചതും മഹാദേവനെ അത്ഭുതപ്പെടുത്തിയതും നിവാദ കവചകന്മാരെന്ന് പറയുന്ന അസുരന്മാരെ വധിച്ചതും. ഓർമ്മയില്ല നിവാദ കവചകന്മാർ? ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ, മെനഞ്ഞാന്ന്. വിരാട് യുദ്ധത്തിൽ ഞാൻ ജയിച്ചതും, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു സമുദ്രത്തെ പോലെ ഇരിക്കുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചതെല്ലാം അതേ പാർത്ഥസാരഥി, എൻ്റെ സാരഥി കാരണമാണ്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഒരു ഭക്തന് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും എല്ലാവർക്കും ലഭിക്കുന്ന എല്ലാതുമാണ്. പക്ഷെ ഒരു ഭക്തൻ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും നേട്ടങ്ങളിൽ അഹങ്കരിക്കാറില്ല. ഇതെൻ്റെ കഴിവുകൊണ്ടാണ് നേടിയെടുത്തതെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. ഇത് വലിയൊരു പാഠമാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യത്തെ പാഠം എന്തായിരുന്നു? ഈ ലോകത്തിൽ ഒരു ദുഃഖമോ, ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് പാഠങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. ഭാഗവതം പാരായണം ചെയ്തുകൊണ്ട് കാര്യമില്ല, ഭാഗവത കഥകൾ ഓർത്തു വെച്ചുകൊണ്ട് കാര്യമില്ല, ഭാഗവതത്തെക്കുറിച്ച് പ്രഭാഷണം എടുത്തിട്ടും കാര്യമില്ല. ഈ മൂല്യങ്ങൾ, നമ്മൾ ഈ പഠിക്കുന്ന ഈ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുക. ഇത് നമ്മുടെ ശ്വാസമാക്കി മാറ്റുക. എന്നും പഠിക്കുക. ഇതൊക്കെ ഈ ഭാഗവത തത്വങ്ങൾ നിസ്സാരമായിട്ടുള്ള ചർച്ചയല്ല, അത് ഞാൻ എടുക്കുന്നതുകൊണ്ട് പറയുന്നതല്ല. അത്രത്തോളം ഡീപ്പ് ഇൻഫർമേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഭാഗവത്തിൻ്റെ ഡീപ്പ് സ്റ്റഡിയിൽ വരുന്ന, അതിനായിട്ട് തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. അതുകൊണ്ട് ഓരോ ദിവസത്തെയും ഭാഗവത തത്വങ്ങൾ നിങ്ങൾ മിസ് ചെയ്യരുത്. അത് കണ്ടാലും കേട്ടാലും പിന്നെയും മിസ് ചെയ്യരുത്, ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സത്സംഗ ലൈവ് കേട്ടാൽ മാത്രം പോരാ, റെക്കോർഡിംഗ് കേട്ടാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കാൻ ശ്രമിക്കണം. അതിന് നോട്ട് ചെയ്യണം. എല്ലാ ദിവസവും ഒന്ന് ഓടിച്ച് നോക്കണം. വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മയിലിരിക്കും. കാരണം നമ്മുടെ മെയിൻ പ്രശ്നം എന്താ? മറവിയാണ്. നമ്മൾ വീണ്ടും വീണ്ടും മറന്നു പോകുന്നു. എന്താ മറന്നു പോകുന്നത്? ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാനായിട്ടുള്ള ബന്ധം എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എങ്ങനെ ഇവിടെ വന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതാണ് നമ്മൾ എപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്നത്. സത്സംഗം കേൾക്കുമ്പോൾ ഓർമ്മ കാണും, പിന്നെ എല്ലാം മറക്കും. പക്ഷേ സത്സംഗം കേൾക്കാതിരിക്കുന്ന സമയത്ത്, ജപിക്കാതിരിക്കുന്ന സമയത്ത്, അതായത് ജപം കഴിഞ്ഞ് സത്സംഗം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെയാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ തത്വങ്ങളൊക്കെ അതിനു വേണ്ടിയാണ്, അല്ലാതെ സത്സംഗം കേട്ട് സുഖിച്ചിരിക്കാൻ വേണ്ടിയല്ല. സത്സംഗത്തിലെ തത്വങ്ങൾ അത് എനിക്കും ബാധകമാണ്. ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും ആചരിക്കാൻ ശ്രമിക്കണം ഞാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ? ഇന്നത്തെ പാഠം എന്താ? ഒരു ഭക്തൻ ഒരിക്കലും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുഖത്തിലും വീണു പോകത്തില്ല, ഒരു ദുഃഖത്തിലും വീണു പോകത്തില്ല. അത് നമ്മൾ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ ശ്രമിക്കുക. ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുക, ഇത് ഒരു ഭക്തൻ എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ സമീപിക്കും.
ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും ഈ സാഹചര്യത്തിൽ? പാണ്ഡവരെങ്ങനെയായിരുന്നു ഈ സാഹചര്യത്തിൽ? അടുത്തതെന്താ? ഒരു ഭക്തന് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും അത് ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിവാത കവചകന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു ഭക്ത പറയുന്ന ജീവിത സാഹചര്യ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ചിലപ്പോഴൊക്കെ മൈൻഡ് പതറുന്നു ഗുരുദേവ്. അതാണ് നമ്മൾ തിരുത്തേണ്ടത്. ഇത് നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതറത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ അർജുൻ പറയുന്നു, ദ്രൗപദി സ്വയംവരത്തിൽ ഞാൻ ജയിച്ചത് ഭഗവാന്റെ കാരണം. അന്നേരം അവിടെ നോക്കുമ്പോൾ ഭഗവാൻ ഡയറക്റ്റ്ലി അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഭഗവാൻ മാറി നിൽക്കുകയാണ്. പക്ഷെ അർജുൻ എന്താ പറഞ്ഞത്? ആ ദ്രൗപദി സ്വയംവരത്തിൽ ഞാൻ ജയിച്ചത് ഭഗവാന്റെ കാരണത്താലാണ്. കാരണം അത്രയ്ക്ക് ടഫ് ചലഞ്ചായിരുന്നു. അതായത് ഒരു മത്സ്യത്തിന്റെ രൂപം ഒരു ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രതിബിംബം ജലത്തിൽ നോക്കി അസ്ത്രം വയ്ക്കണമായിരുന്നു. നമ്മൾ ഈ ഗീതാ ഫെസ്റ്റിന് അങ്ങനെ ഒരു ഏകദേശം അതേപോലെ ഒരു ചലഞ്ച് വെച്ചിരുന്നു. വളരെ ഡിഫിക്കൽട്ടാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ വെള്ളത്തിൽ നോക്കി അസ്ത്രം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉന്നം തെറ്റാതെ അസ്ത്രം വയ്ക്കുക ഈസി അല്ല. അതിൻ്റെ കണ്ണിന് തന്നെ അസ്ത്രം വയ്ക്കണം, ഈസി അല്ല. ഇവിടെ അർജുൻ പറയുന്നു, ദ്രൗപദി സ്വയംവരത്തിൽ ഞാൻ ജയിച്ചത് ഭഗവാന്റെ കാരണത്താലാണ്. പിന്നെ ദേവേന്ദ്രനെ തോൽപ്പിച്ചതും അതെപ്പോഴാ? ഇത് ഖാണ്ഡവനം കത്തിക്കുന്ന സമയത്ത്. അപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ സാരഥിയായിട്ട് രഥം ഓടിക്കുകയായിരുന്നു. അർജുനാണ് അസ്ത്രം വഹിച്ചത്. പക്ഷെ അർജുൻ പറയുന്നു, അതും ഞാൻ ജയിച്ചത് ഭഗവാന്റെ കാരണത്താലാണ്. പിന്നെ അടുത്തത് പറയുന്നത്, മഹാദേവനെ ഞാൻ അത്ഭുതപ്പെടുത്തി. ആ സമയത്താണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അടുത്തുപോലും ഇല്ല. ഇനി നിവാത കവചകന്മാരുമായിട്ടുള്ള യുദ്ധം ഞാൻ നമ്മൾ പഠിച്ചു മഹാഭാരതത്തിൽ. അന്നേരം അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ നോക്കുമ്പോൾ നിവാത കവചന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഭഗവാൻ ഇല്ല. ഒന്നാലോചിച്ച് നോക്കൂ. പിന്നെ വിരാട് യുദ്ധത്തിലും ഭഗവാൻ അവിടെ നേരിട്ടില്ല. പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിലും ഭഗവാൻ സാരഥിയായിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്ന അർജുനാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, പ്രത്യക്ഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഭഗവാന്റെ സാന്നിധ്യം നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും, പ്രത്യക്ഷത്തിൽ നമുക്കതൊന്നും അനുഭവിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സിലാക്കുക, ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഭഗവാൻ ചെയ്യുന്ന ഒരു കാര്യത്തെയും നമ്മളോട് പറഞ്ഞു തരത്തില്ല. കുചേലന്റെ കാര്യം കണ്ടില്ലേ? ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ മുമ്പിൽ പോലും ഭഗവാൻ പെട്ടെന്ന് അങ്ങനെ വരാറില്ല. ഞാനാ ചെയ്തതെന്ന് ഭഗവാൻ പറയാറില്ല. പിന്നെ നമ്മളോട് അങ്ങനെ പറയുമോ? നമ്മൾ അത്രത്തോളം ഭഗവാനോട് അടുപ്പില്ല. ഭഗവാനോട് അടുപ്പമുള്ള ഭക്തരോട് പോലും ഭഗവാൻ പറയത്തില്ല, ഞാനാ ഇത് ചെയ്തേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത കേട്ടോ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാണെന്ന് ഒരിക്കലും ഭഗവാൻ പറയാറില്ല. അതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. നമ്മൾ നേരിട്ട് അറിഞ്ഞാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഭഗവാന്റെ ഭക്തരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രമാണ്. ഭഗവാന്റെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങോട്ടൊക്കെ പോയതെന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം? എപ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിലും നമുക്ക് അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഒന്നുമില്ല. ഓരോ കാര്യത്തിലും പ്രത്യേകിച്ച് നമ്മൾ നാമം ജപിക്കുന്ന ഭക്തരാണ്, ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഗുരുവായൂരപ്പന് ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭക്തരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും കാരണം ഗുരുവായൂരപ്പനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവിധ നന്മകൾക്കും തിന്മകൾക്ക് പക്ഷെ എങ്ങനെയെന്ന് വെച്ചാൽ ഭഗവാൻ സാഹചര്യം കൊണ്ടുവരും. പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുമോ എന്ന് ഭഗവാൻ നോക്കുകയാണ്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ?
അതായത് തെറ്റുകൾ സംഭവിക്കുമ്പോഴും അത് ആക്ച്വലി ഭഗവാൻ ആ സാഹചര്യത്തെ കൊണ്ടുവരുന്ന എന്തിനുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാനുള്ള പ്രവണത നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിക്കാൻ. പക്ഷെ അതിലെല്ലാം നമ്മൾ പരാജയപ്പെടുകയാണ്. പക്ഷെ എന്തായാലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ, അഭിമാനിക്കാൻ നമുക്കൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് മുന്നോട്ട് കിടക്കാം. ഒരുപാട് ദുഃഖത്തിലായിട്ടും അർജുൻ ചിന്തിച്ചു. അതായത് യുധിഷ്ഠിര മഹാരാജ് ചോദിച്ചില്ലേ, അർജുന അങ്ങനെ പല പല കാര്യം, എന്താ നീ ദുഃഖിച്ചിരിക്കുന്നത്, അതോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭഗവാൻ നമ്മളെ വിട്ടു പോയോ എന്ന് പറയുമ്പോൾ അർജുൻ പറഞ്ഞെന്താ അറിയോ? അതെ, ആ കേശവൻ നമ്മളെ പറ്റിച്ചു. എന്താ അങ്ങനെ പറഞ്ഞേ? നമ്മളോടൊരു വാക്ക് പോലും പറയാൻ ഒരാൾ മുങ്ങിക്കളഞ്ഞു. പൊതുവെ ഭഗവാന്റെ ജോലി അങ്ങനെ. ഗോപികമാരോട് എന്താ പറഞ്ഞേ? ഞാനിപ്പം പോയിട്ട് വരാന്ന് പറഞ്ഞു, നാളെ തന്നെ വരാന്നാ പറഞ്ഞേ. ഹരേ കൃഷ്ണ. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഭഗവാനെ വിടുവോ? ഭഗവാൻ ഒരു സംഭവം അല്ലേ, ഒരു സംഭവം. അന്നേരം ഇപ്പം പോയിട്ട് നാളെ തന്നെ വരാമെന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും വിടുവോ കൃഷ്ണൻ? കാലെ പിടിച്ച് അവിടെ തന്നെ കിടന്നതിന് പാവം ഗോപികമാര്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള രംഗമാണ് ആ രഥം പോകുന്ന ആ സംഭവം. അക്രൂരൻ വന്നിട്ട് ഭഗവാനെ കൊണ്ടുപോകുമ്പോൾ ശ്രീമതി രാധാറാണിയും ഗോപികമാരും ആ രഥത്തെ തടയുന്ന രംഗം. ഹരേ കൃഷ്ണ. അന്നേരം അർജുൻ പറയുക, ഇവിടെ കേശവൻ നമ്മളെ ചതിച്ചു. പക്ഷെ എന്നിട്ടൊക്കെ അർജുൻ പറഞ്ഞു, എന്ത് ചെയ്യാനോ, നമ്മൾ ദാസന്മാരാണ്, ആള് സ്വാമിയാണ്, സ്വാമിക്ക് ഇഷ്ടമുള്ളതല്ലേ സ്വാമി ചെയ്യൂ. അദ്ദേഹം നമ്മുടെ ഉടയവനാണ്, നമ്മൾ ഭൃത്യന്മാരാണ്, നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. അദ്ദേഹം എന്ത് പറയുന്നു, അദ്ദേഹം ഇഷ്ടമുള്ളപ്പം പോവും, ഇഷ്ടമുള്ളപ്പം വരും. അത് നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അദ്ദേഹം എന്താ പറയുന്നത് അത് കേട്ടിരിക്കുക, നമ്മളെല്ലാം ഭൃത്യന്മാരല്ലേ എന്ന് അർജുൻ അതിനെ വിശ്വസിച്ചു. അത്ര മനോഹരമാണ്. ഭഗവാനോട് ഇഷ്ടമുണ്ട്, അതേ സമയത്ത് ഭഗവാന്റെ ആ വിരഹത്തിൽ വേദനയുണ്ട്, പരാതി പരിഭവമുണ്ട്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം ഭഗവാനല്ലേ, നമ്മൾ ഭൃത്യന്മാരാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ പറ്റും. എന്താ ഒരു കോമ്പിനേഷൻ അല്ലേ, ആ ഭാവം നോക്കിയാണ് അർജുൻ്റെ. അതാണ് നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീത ഭാഗവത്തിൽ ശ്ലോകത്തിന്റെ അർത്ഥം എഴുതിയതിനു ശേഷം ഭാവ അർത്ഥം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭഗവാന്റെ ഗ്രന്ഥങ്ങളെ പഠിക്കേണ്ടത് ഭാവാർത്ഥത്തിലൂടെയാണ്, അക്ഷരാർത്ഥത്തിലൂടെയല്ല. ആ ഭാവത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുദ്ദേശിച്ചിട്ടാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ സംസ്കൃത പണ്ഡിതന്മാർക്കൊന്നും അത് ഡീകോഡ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ അർജുൻ പറയുന്നു, ഒരു ഭക്ത പറയുന്നു, സോ ഹംബിൾ ഈസ് അർജുൻ. അതാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷെ അർജുനന്റെ ആ ക്വാളിറ്റി നോക്കണേ. അന്നേരം ഇവിടെ ഇത്രയും ദുഃഖത്തിലായിട്ടും അർജുൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, അദ്ദേഹം സ്വാമി, നമ്മൾ ഭൃത്യന്മാര്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ ആ നിമിഷം അർജുൻ ഭഗവത്ഗീതയുടെ വചനങ്ങൾ ഓർത്തു എന്ന് പറയുന്നു. അർജുൻ യുധിഷ്ഠിര മഹാരാജനോട് പറയുന്നു, ജ്യേഷ്ഠ, ഞാൻ അത്രയ്ക്ക് ദുഃഖത്തിലാണ്ടിരുന്ന സമയത്ത് ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഭഗവാൻ എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് ഓർമ്മ വന്നു. ഹരേ കൃഷ്ണ. ആ വാക്കുകളെയൊക്കെ ഞാൻ ഓർത്തപ്പോൾ എനിക്ക് അതേ രോമാഞ്ചം ലഭിച്ചു. ആ യുദ്ധക്കളത്തിൽ പാർത്ഥസാരഥിയിൽ നിന്ന് കേട്ട അതേ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊങ്ങി വരികയായിരുന്നു. ആ വാക്കുകളെയൊക്കെ ഓർത്തപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഞാൻ മറന്നു. ഹരേ കൃഷ്ണ. അടിപൊളിയല്ലേ? ഇതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നു, ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനും അർജുനും ദ്വാരകയിലായിരുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ സമയത്തിലായിരിക്കും. അതായത് 7 മാസമായിട്ട് അർജുൻ അവിടെ പോയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആ സമയത്തായിരിക്കും. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം രണ്ടുപേരും, അർജുനും ഭഗവാൻ കൃഷ്ണനും, ഇങ്ങനെ കറങ്ങാനായിട്ടൊന്ന് പുറത്തുപോയി രഥത്തിൽ.
അപ്പോൾ അർജുൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അന്ന് അങ്ങ് പറഞ്ഞ ഭഗവത്ഗീതയില്ലേ, അതൊന്നും കൂടെ എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ ഭഗവത്ഗീത എന്നല്ല പറഞ്ഞ വചനങ്ങൾ, അന്ന് യുദ്ധകളത്തിൽ അങ്ങ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ എനിക്ക് ഒന്നും കൂടെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അത് പറഞ്ഞു, അതെന്തിനാ ഇപ്പോൾ? അത് പറഞ്ഞ്, അന്ന് എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അങ്ങ് ഒന്നും കൂടെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ പറഞ്ഞ്, അത് എനിക്ക് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ഭഗവാനെ, എനിക്കിപ്പോൾ ഞാൻ വളരെ ഫ്രീ ആണ്, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഭഗവത്ഗീതയുടെ സീക്രട്ട് നോക്കണേ. ഭഗവാൻ പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലെന്ന്. അത് പറഞ്ഞ്, അന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടല്ലേ യുദ്ധം ചെയ്തത്, പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം? അന്നേരം ഉടനെ പറയാം, അന്നത്തെ അർജുനല്ലല്ലോ ഇപ്പോഴത്തെ അർജുൻ. അന്ന് യുദ്ധക്കളത്തിൽ ആകെ ടെൻഷൻ അടിച്ച് കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഗാന്ധീവൻ കയ്യിൽ നിന്ന് പോകുന്നു. ദേഹം മുഴുവൻ ചുട്ടുപൊള്ളുന്ന പോലെ അനുഭവപ്പെടുകയാണ്. ആ അവസ്ഥയിൽ സ്വന്തം ബന്ധുക്കളുമായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് ആകെ വിഷാദ ഹൃദയനായിട്ട് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ അർജുന. അന്ന് നിനക്ക് ഗീതയുടെ ആ ഒരു ഞാൻ പറയുന്ന വചനങ്ങൾ നിനക്ക് ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു, ഒരേ ഒരു ആശ്രയമായിരുന്നു. ഇപ്പൊ ആ അവസ്ഥയല്ലല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ഭഗവാൻ അപ്രത്യക്ഷമായി, ഭഗവാൻ മുന്നിലില്ല. വീണ്ടും അതേപോലെ നിസ്സഹായ അവസ്ഥയിൽ, ഒരു ആശ്രയമില്ലാതെ പാവം അർജുൻ. എന്തായിരിക്കും പാവം അർജുൻ്റെ അവസ്ഥയല്ലേ? അദ്ദേഹത്തിൻ്റെ എല്ലാമായ ഗുരുവായൂരപ്പൻ ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തെ വിട്ടുപോയെന്നില്ല. ആ വിരഹം പാവം അർജുൻ എങ്ങനെ സഹിച്ചാണ്? നമ്മൾ ഭഗവാന്റെ നാമജപം ഇല്ലാതിരിക്കുമ്പോഴേ നമ്മുടെ ആകെ കൺട്രോൾ തെറ്റും, നമ്മുടെ എല്ലാ സിസ്റ്റവും കുളമാവും. ഭഗവാനെക്കുറിച്ച് കേൾക്കാതിരിക്കുമ്പോഴേ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. അന്നേരം ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും കൂട്ടുകാരൻ, സ്വന്തം കൂട്ടുകാരൻ, തോളയിൽ കൈയിട്ട് നടക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു. ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഇല്ലാതെ ആകുമ്പോൾ എന്തായിരിക്കും അർജുൻ്റെ വിഷമം? പക്ഷെ അർജുൻ എന്താ ചെയ്തത്? ആ സമയത്ത് ജ്യേഷ്ഠ, ആ യുദ്ധകളത്തിൽ ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്ന വാക്കുകൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പോലും അറിയാതെ വന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, ഭഗവാൻ പറഞ്ഞു, നിനക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല, കാരണം അന്നത്തെ അർജുൻ അല്ലല്ലോ ഇന്നത്തെ അർജുൻ എന്ന് പറഞ്ഞു. അന്നേരം അർജുൻ പറഞ്ഞു, ഭഗവാനെ, അന്നേരം എന്തു പറയുന്നേ, അർജുൻ പറഞ്ഞു, ഇനി ഒരിക്കലും എനിക്ക് ആ വാക്കുകൾ കേൾക്കാൻ കഴിയില്ലേ? എനിക്ക് മേലാകെ പെരുത്തുകൊണ്ടിരിക്കട്ടെ. അന്നേരം പറയുക, എനിക്കിനി ഒരിക്കലും ആ വാക്കുകൾ കേൾക്കാൻ കഴിയില്ലേ കേശവ എന്ന് ചോദിച്ചു. ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ആവശ്യം വരുമ്പോൾ അത് ഉള്ളിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞു. നിനക്കെപ്പോഴാണോ ആ വാക്കുകളുടെ ആവശ്യം തോന്നുന്നത്, നീ നിസ്സഹായനായിട്ടിരിക്കുന്നത്, ആ വാക്കുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇത് നമുക്ക് എല്ലാവർക്കും പാഠമാണ്. അതായത് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ ക്ലാസ്സുകൾ, എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ ക്ലാസ്സുകൾ, ഓരോ സത്സംഗം, ഓരോ നോട്ട്സുകൾ നമ്മൾ വായിച്ചു മറക്കുന്നു. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം പൊങ്ങി വരും. ഹരേ കൃഷ്ണ. ഇതൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സത്സംഗം കേൾക്കേണ്ടത്. ഏറ്റവും നിർണായക അവസ്ഥയിൽ, ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ എല്ലാവരും ആകും. ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ആവശ്യം വരുന്ന ആ സമയത്ത് ഭഗവാന്റെ വാക്കുകളായിരിക്കും നമ്മുടെ ഉള്ളിൽ ആദ്യം പൊങ്ങി വരുന്നത്. ആ വാക്കുകളിൽ നിന്നും ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ ലഭിക്കും. ആ സ്മരണയിലൂടെ നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് അദ്ദേഹത്തിൻ്റെ തിരുനാമം വരും. ആ തിരുനാമ ജപത്തിലൂടെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവും. ഇതാണ് ദ്രൗപദി ദേവിയും ചെയ്തത്.
ദ്രൗപദി ദേവി വളരെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ദ്രൗപദി ദേവി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു രക്ഷപ്പെടാനായിട്ട്. ആ നിസ്സഹായ അവസ്ഥയിൽ ദ്രൗപദി ദേവി ഭഗവാനെ ഓർത്തു. ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ നാമം നാവ് കൊണ്ട് ജപിച്ചു. ആ നാമം ജപിച്ച ഉടൻ തന്നെ ഭഗവാൻ അവിടെ എത്തിയെന്നുള്ളതാണ്. ഇതാണ് സ്മരണ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഓരോ സത്സംഗവും, നിങ്ങളുടെ ഓരോ നോട്ട്സും അതൊന്നും വെറുതെ പോകത്തില്ല. ഇതെല്ലാം നിങ്ങളെ ഗോലോകത്തെത്തിക്കും. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. മരണം നമ്മുടെ അടുത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ആ നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാർക്കോ ഒരു ബന്ധുമിത്രാദികൾക്കോ നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ദ്രൗപദി ദേവിയെ പോലെ നിസ്സഹായ അവസ്ഥയിലാകും നമ്മൾ. ആ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ഈ കേട്ട സത്സംഗങ്ങളെല്ലാം നമ്മൾ ഓർക്കും. നമ്മൾ എഴുതിയ ആ നോട്ട്സുകളെല്ലാം നമ്മുടെ സ്മൃതിയിൽ വരും. ഇന്ന് നമ്മൾ പറഞ്ഞ ആ കാര്യം നിങ്ങൾ അന്ന് ഓർക്കും. അർജുൻ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഭഗവാനിൽ നിന്നും കേട്ട കാര്യങ്ങളെല്ലാം അർജുൻ ഓർത്തുടൻ തന്നെ അർജുന് സമാധാനം ലഭിച്ചു, സന്തോഷം ലഭിച്ചു. ആ സന്തോഷത്തോടു കൂടി ഭഗവാനിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നാവിൻ്റെ തുമ്പത്ത് ഭഗവാന്റെ നാമം ജപിച്ചു. ഉടൻ തന്നെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഭക്ത പ്രഹ്ലാദനും അങ്ങനെയല്ലേ? എല്ലാവിധ പ്രതിസന്ധി ഘട്ടത്തിലും സാക്ഷാത് ഗുരുവിൽ നിന്ന് കേട്ട ആ വചനങ്ങൾ ഓർത്തുകൊണ്ടേയിരുന്നു. അന്നേരം അർജുൻ പറയുന്നു, ജേഷ, ഞാൻ ഒരുപാട് ദുഃഖത്തിലായിരുന്നു എൻ്റെ കേശവൻ എന്നെ വിട്ടുപോയതുകൊണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹം ആ വിഷമാവസ്ഥയിൽ, ദുഃഖത്തിലിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാനിൽ നിന്നും കേട്ട ആ വചനങ്ങൾ പൊങ്ങി വരികയാണ്. ആ വചനങ്ങൾ ഓർത്തുടൻ തന്നെ എനിക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ലഭിച്ചു. ഭഗവാൻ അപ്രത്യക്ഷനായി എന്ന് കേട്ടുടൻ തന്നെ യുധിഷ്ഠിരന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ കലിയുഗത്തിൻ്റെ ദുർഗണത്വങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. എല്ലായിടത്തും അനീതി, അധർമ്മം, ചതി, ഹിംസ, ഇതെല്ലാം യുധിഷ്ഠിരന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് യുധിഷ്ഠിരൻ മഹാരാജ് പറഞ്ഞു, മക്കളെ നമുക്ക് പോവാം, ഇനി ഇവിടെ നിൽക്കുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ ഇവിടുന്ന് പോയി. അതായത് ധൃതരാഷ്ട്രരെ നോക്കൂ, പാണ്ഡവരെ നോക്കൂ. ധൃതരാഷ്ട്രരെ നിർബന്ധിച്ച് പുറത്താക്കുക എന്നുള്ളത്. പക്ഷെ യുധിഷ്ഠിര മഹാരാജോ സമയം നോക്കിയിരിക്കുക അവിടുന്ന് രക്ഷപ്പെടാൻ. നമ്മൾ ഇതേ അവസ്ഥയിലായിരിക്കണം. നമ്മൾ ധൃതരാഷ്ട്രയെ പോലെ ഇരിക്കരുത്. അപമാനം, അവഗണന ഇതെല്ലാം കിട്ടിയാലേ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞിരിക്കരുത്. അല്ലെങ്കിൽ മരണം വരെ കാത്തു നിൽക്കരുത്. മരണം വരെ കാത്തു നിൽക്കുന്ന വളരെ നാണം കെട്ട മരണമാണെന്നുള്ള. ഇത്രയും നാണം കെട്ട മരണം വേറെ ഒന്നുമില്ല. അതായത് മരണം വരെ ആസക്തികളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇത്രയും നാണം കെട്ട ഒരു മരണം ഈ ലോകത്ത് വേറെയില്ല. മരണമല്ല നമ്മളെ ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ഭക്തിയായിരിക്കണം. മരണം എത്തുന്നതിന് മുമ്പേ ആ മരണത്തെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഭഗവാനുമായിട്ട് അത്രത്തോളം അടുക്കണം നമ്മൾ. അല്ലെങ്കിൽ മരണമെന്ന് പറഞ്ഞാൽ ഒരു ദുരന്തമായിട്ട് നമ്മൾ കാണും, ഒരു ദുരിതമായിട്ട് നമ്മൾ കാണും. ആ ദുരന്തത്തിലൂടെ അടുത്ത ജന്മവും ദുരന്തപൂർണ്ണമായിരിക്കും. പക്ഷേ നമ്മുടെ മരണം
എല്ലാവിധ ദുരന്തങ്ങൾക്കും ഒരു അവസാനമായിരിക്കണം. എല്ലാവിധ ദുരിതങ്ങൾക്കും ഒരു അവസാനമായിരിക്കണം. ഇനി ഒരിക്കലും നമ്മൾ മരിക്കാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മുടെ അവസാനത്തെ മരണം. എത്രയോ ജന്മങ്ങളിൽ നമ്മൾ മരിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഒരു മരണം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വീണ്ടും മരിക്കാൻ നമ്മൾ കാണരുത്. എന്നേക്കുമായിട്ട് ജനന മരണ ചക്രത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. ഇനി ഒരു ജന്മവും വേണ്ട, ഇനി ഒരു മരണവും വേണ്ട. ഇനി ഭഗവാന്റെ ലോകത്തിൽ മാത്രം ആ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏകദേശം 3/4 ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ്. അവസാനത്തെ 1/4 ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ. ഇത് കേൾക്കുന്ന പല ചെറുപ്പക്കാരും കാണും. അവർക്ക് ഒരു പക്ഷേ 3/4 ഭാഗമായ സിനിയും കാണും. അതൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അത്രയും കാലം ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ കഴിയും. പക്ഷേ 3/4 ഭാഗവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു. ഇനി 1/4 ഭാഗമായി കാണൂ ജീവിതത്തിൽ. ആ 1/4 ഭാഗമെങ്കിലും പൂർണ്ണമായിട്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഭഗവാനിലേക്ക് സർവ്വതും അർപ്പിച്ച് ജീവിക്കാൻ പഠിക്കുക. അങ്ങനെ ഇവിടെ യുധിഷ്ഠിര മഹാരാജ് തീരുമാനിച്ചു, ഇനി നമ്മളിവിടെ നിൽക്കേണ്ട, നമുക്ക് പോകണം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പരീക്ഷിത മഹാരാജിനെ ചക്രവർത്തിയാക്കി. എന്നിട്ട് സഹോദരങ്ങളോട് കൂടി അവിടുന്ന് നേരെ യാത്രയായി. ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ദ്രൗപദി ദേവി പോലും വിളിച്ചില്ലേ. ഒറ്റ പോക്കായിരുന്നു 5 സഹോദരന്മാരും. ഇതാണ് യഥാർത്ഥ സഹോദര സ്നേഹം. അവർ ഈ ലോകത്ത് ജീവിച്ചു ഒറ്റ ടീമായിട്ട്, ഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നതും ഒറ്റ ടീമായിട്ട്. ഒന്നാലോചിച്ചു. എന്നാൽ ഇവിടെ 5 സഹോദരന്മാരും ഒറ്റ പോക്കാണ്. അവർ നേരെ ഭഗവാന്റെ ലോകത്തേക്ക് എത്തിയത്. അവരെ പിന്തുടർന്നുകൊണ്ട് കുന്തി ദേവി, ദ്രൗപദി ദേവി, സുഭദ്രാദേവി, അവർക്കതൊന്നും വാനപ്രസ്ഥത്തിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. കാരണം അവരൊക്കെ ഭഗവാന്റെ ഭക്തരല്ലേ. അവരെന്ത് ചെയ്തു? അവർ ഭർത്താക്കന്മാരുടെ പുറകില്ല, അവർ കൃഷ്ണന്റെ പുറകില്ല. അവരുടനെ എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ തന്നെ ഇരുന്ന് പൂർണ്ണമായിട്ടും മനസ്സ് ഭഗവത് സ്മരണയിൽ നിറച്ചു. ഉടൻ തന്നെ ശരീരം തിരിച്ചു. ഒറ്റ പോക്കാണ്. അവരും തീരുമാനിച്ചു, നിങ്ങൾ വലിയ സ്റ്റൈലായിട്ട് പോയില്ല, എങ്കിൽ പിന്നെ നമ്മളും പോയി കാണിക്കുക. നിങ്ങളെ കാട്ടി മുമ്പേ അവിടെ എത്തും. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തി പാടില്ല. വിരക്തിയുടെ പേരിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. മനസ്സിലായോ? എല്ലാവരും കമന്റ്സിൽ വന്നിട്ടെ. ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തിയിലിരിക്കാൻ പാടില്ല. വിരക്തിയുടെ പേരിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. ഇതെപ്പോഴും ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുക. സ്വാമിജി ഓരോ കാര്യം, സ്വാമിജി കുടുംബത്തിന്റെ ഉത്തരവാദിത്തമല്ലേ സ്വാമിജി? ഉത്തരവാദിത്തമല്ലേ? സ്വാമിജിക്ക് എന്തറിയാം? ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തരായിട്ടിരിക്കാനും പാടില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വരുമ്പോൾ വിരക്തിയുടെ പേരിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനും പാടില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ബാധകമല്ല, ആദ്യത്തെ കാര്യമാണ് ബാധകം. രണ്ടാമത്തെ കാര്യം എനിക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരും, വൃന്ദാവനത്തിൽ പോയിരിക്കാൻ, വിരക്തിയിൽ പോയിരിക്കാൻ പറയും. അന്നേരം പറയും, വിരക്തിയുടെ പേരിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും പോകാനും പാടില്ല. എൻ്റെ ഉത്തരവാദിത്തം എന്താ? പ്രചരണം.
അതുകൊണ്ട് ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക്, രണ്ടാമത്തെ പാർട്ട് എനിക്കും. എപ്പോഴും ഓർക്കും, എന്താ, ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തിയിലിരിക്കാനും പാടില്ല. അതായത് ഉത്തരവാദിത്തത്തിന്റെ പേരിൽ യഥാർത്ഥ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനും പാടില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. യഥാർത്ഥ ഉത്തരവാദിത്തം എന്താ? ഭഗവാന്റെ സേവനം. അതാണ് സ്വാമിജി, ഇതാണ് സ്വാമിജി, ഇങ്ങനെയാണ് സ്വാമിജി. ഓക്കെ, എന്നെ ബോധ്യപ്പെടുത്തണ്ട. ഒരു ദിവസം ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും ഭഗവാൻ. അന്നേരം കുടുംബത്തിലെ കാര്യം നോക്കിയും വേണം, ലക്ഷ്യം ഭഗവാനുമായിരിക്കണം. മനസ്സിലായില്ലെന്ന് തോന്നുന്നില്ലേ? ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തിയിൽ ഇരിക്കാനും പാടില്ല. ഇനി വിരക്തിയുടെ പേരിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാനും പാടില്ല. പക്ഷെ പൊതുവെ സത്സംഗത്തിലുള്ള പല ഭക്തരും ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ഭഗവാന്റെ സേവനത്തിൽ നിന്ന് മാറി നിൽക്കും. ഇനി അവരുടെ വിരക്തി മുഴുവൻ ഭഗവാന്റെ സേവനത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഭഗവാന്റെ കാര്യത്തിൽ ആസക്തിയും ലൗകിക കാര്യത്തിൽ നിന്ന് വിരക്തിയാണ് വേണ്ടുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അവരവരുടെ കാര്യം വരുമ്പോൾ ഭയങ്കര ആസക്തിയാണ്, ഭഗവാന്റെ കാര്യം വരുമ്പോൾ ഭയങ്കര വിരക്തിയാണ്. അത് നേരെ തിരിച്ചായിരിക്കണം. അന്നേരം നമ്മുടെ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ, ഈ വൈദിക സംസ്കാരം അനുസരിച്ചുള്ള ഭരത വംശത്തെ നോക്കിക്കഴിഞ്ഞാൽ, വലിയ വലിയ രാജഋഷികൾ അവർ രാജ്യം ഭരിച്ചിരുന്നു, അല്ലാതെ അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ല ജീവിച്ചത്. ദൈവം മനസ്സിലാക്കും. സമൂഹത്തിന് വേണ്ടി ജീവിച്ചിരിക്കുകയാണ്. അതിനെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അല്ല കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന, അത് ക്ഷമിക്കണം, പട്ടിയും പൂച്ചയ്ക്കും പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മൃഗങ്ങൾ പോലും അവരുടെ കുടുംബത്തിന്റെ കാര്യം നോക്കുക. പാണ്ഡവർ കുടുംബത്തിന് വേണ്ടിയല്ല ജീവിച്ചിരുന്നത്, ഈ സമൂഹത്തിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഭക്തിയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഭക്തിയിലില്ലാതെ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാനും കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാണ്ഡവർ എപ്പോഴും കൊതിച്ചുകൊണ്ടിരുന്നു ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ വേണ്ടി, പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാര്യത്തിൽ മഗ്നരായിട്ടിരിക്കാൻ വേണ്ടി. ഭഗവാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അടുത്തൊരു ഭക്തി പറയുന്നത്, കർമ്മം ചെയ്യുക എന്നാൽ ലക്ഷ്യം ഭഗവാൻ മാത്രം. മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നില്ല. ഇതിന്റെ അർത്ഥം, യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാണ്ഡവർ ഒരിക്കലും അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ല ജീവിച്ചത്. മനസ്സിലാക്കൂ. ഭഗവാൻ രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രാജ്യം ഭരിക്കുന്നവരായിരുന്നു. അവർ ഭഗവാന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നവരാണ്. അതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അഹങ്കരിച്ച് പറയില്ല കേട്ടോ, അടിയന്റെ ഒരു ഉദാഹരണം പറയുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം വൃന്ദാവനത്തിൽ പോയി ഇരിക്കുക എന്നതാണ്. പക്ഷെ ഭഗവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പ്രചരണം ചെയ്യണം. ഭഗവാന് വേണ്ടിയും എൻ്റെ ഗുരു പരമ്പരയ്ക്കും വേണ്ടി മാത്രം ഞാൻ ഇവിടെ. ഇതിനെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഒരു ചെറിയ കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുന്നതല്ല ഉത്തരവാദിത്വം. ദൈവം ഇത് മനസ്സിലാക്കും. അതാണ് യഥാർത്ഥ ഉത്തരവാദിത്വം. ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തി പാടില്ല. അന്നേരം എൻ്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണ്ടേ എന്നതിന്റെ പേരിൽ ഭഗവാന്റെ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. പാണ്ഡവര് ഭഗവാന് വേണ്ടിയാണ് രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അത് ആസക്തിയല്ല. ഭഗവാൻ പോയതോടുകൂടി ഭഗവാൻ പറഞ്ഞില്ല, എടേ ഞാൻ പോവുകയാണ്, എല്ലാവരും വിട്ടിട്ട് പോകുന്നു പറഞ്ഞില്ല. പാണ്ഡവർക്ക് മനസ്സിലായി, ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ചെയ്യേണ്ടത്? അന്നേരം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തരാകാൻ പാടില്ല, വിരക്തിയുടെ പേരിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാനും പാടില്ല എന്നതിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ എഴുതൂ: കൃഷ്ണന് വേണ്ടിയാണെങ്കിൽ
എന്തും ചെയ്യും. കൃഷ്ണന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുല്ലും ചെയ്യത്തില്ല. ഇതിനെയാണ് ആസക്തി, വിരക്തി, ഭഗവാനോടുള്ള ആസക്തി, മറ്റെല്ലാത്തിൽ നിന്നുള്ള വിരക്തി എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ ഉത്തരവാദിത്വം. ഭഗവാൻ കൃഷ്ണന് വേണ്ടിയാണെങ്കിൽ എന്തും ചെയ്യും. കൃഷ്ണന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുല്ലും ചെയ്യത്തില്ല, ഒരു ചുക്കും ചെയ്യത്തില്ല. ഇപ്പൊ മനസ്സിലായോ? അല്ലെങ്കിൽ എല്ലാരും എന്തു പറയും, അത് തന്നെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. പാണ്ഡവരെ നമ്മൾ ഓർക്കുന്നത് വീട്ടിലെ കാര്യം നോക്കിയതുകൊണ്ടാണോ? മക്കളും കൊച്ചുമക്കളെന്ന് പറഞ്ഞിരുന്നുകൊണ്ടാണോ പാണ്ഡവരുടെ കാര്യം നമ്മൾ ഓർക്കുന്നത്? അല്ലല്ലോ. അവരൊരു സാമ്രാജ്യത്തെ സ്ഥാപിച്ചു, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്രാജ്യത്തെ. എല്ലാവർക്കും ഒരു എന്താ പറയുന്നേ, ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി, കൃഷ്ണന് വേണ്ടിയാണെങ്കിൽ എല്ലാം ചെയ്യും, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഒരു ഭക്ത പറയുന്നു, പലപ്പോഴും ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ഭഗവാന്റെ സേവനം മാറ്റിവെക്കേണ്ടി വരുന്നു. അതാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങളുടെ അനുഗ്രഹമാണ് ഗുരുജിയുടെ സത്സംഗം. താങ്ക് യു. എന്നാലും നമ്മൾ എപ്പോഴാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തരാകാൻ പാടില്ല. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഉത്തരവാദിത്തത്തിന്റെ പേരിൽ യഥാർത്ഥ ഉത്തരവാദിത്തത്തെ മാറ്റിവെക്കരുത്. ഇനി ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആസക്തനാകാൻ പാടില്ല, വിരക്തിയുടെ പേരിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനും പാടില്ല. മനസ്സിലായില്ലേ? അർജുൻ ഇതല്ലേ ചെയ്ത. അർജുൻ എന്താ പറഞ്ഞ, ഭഗവാനെ എനിക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഈ യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ശരിയാകത്തില്ല, ഇത് വിരക്തി, ഞാൻ ഇതിൽ നിന്നൊക്കെ വിരക്തനായിട്ട് മാറിയിരിക്കും. ഭഗവാൻ പറയും, പിന്നെ എന്തിനാടെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു? നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തേ പറ്റും. നീ യുദ്ധം ചെയ്യില്ല, പിന്നെ ആര് ചെയ്യും? ഞാൻ ചെയ്യണം. മര്യാദക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യണം. അന്നേരം അർജുൻ പറഞ്ഞു, ഓക്കെ, അങ്ങേക്കാണോ താല്പര്യം? അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയുള്ള യുദ്ധമാണെന്ന്. ഇവിടെ ഞാൻ ഭൂഭാരം തീർക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യും, ഇവരെയൊക്കെ തട്ടാൻ വേണ്ടി. ഇവരെല്ലാം കൊന്നു വെച്ച് ഞാൻ ഈ യുദ്ധം ഗാന്ധി വന്ന് പിടിച്ചു നിന്നാ മതി. മനസ്സിലായില്ല? അതുകൊണ്ട് വീണ്ടും നമ്മൾ SP അടിക്കുന്നതല്ല. SP എന്ന് പറഞ്ഞാൽ സ്വയം പുകഴ്ത്ത, അതല്ല. ഇപ്പോ ഞാൻ വളർന്നൊക്കെ പൂനെ, ബോംബെയിലാണ്. അവിടുന്ന് ഞാൻ ഇവിടെ വരേണ്ട വല്ല ആവശ്യമില്ല. എന്തിനിവിടെ വരേണ്ട ആവശ്യം? കേരളം എങ്ങനെയാണെന്ന് അറിയാലോ. എല്ലാരും ഓട്ടിച്ച സ്ഥലമാണ്. പ്രത്യേകിച്ച് സ്വാമിമാരെ, ശങ്കരാചാര്യരെ വരെ ഓട്ടിച്ച സ്ഥലമാണ്. സ്വാമി വിവേകാനന്ദജിയെ ഓട്ടിച്ച സ്ഥലമാണ്. യഥാർത്ഥ സ്വാമിമാർക്ക് ഇവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങോട്ട് വരുമ്പോഴേ എന്റെ കൂട്ടത്തിലുള്ള എല്ലാരും പറഞ്ഞിട്ടേ, എന്തിനാടെ ആ സ്ഥലത്തോട്. മുക്കിന് ബീഫ് കടയുള്ള സ്ഥലമാണ്. ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ബീഫും പൊറോട്ടയാണ്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ പോയിട്ട് എന്ത് ചെയ്യാം? അന്നേരത്തേക്ക് അകത്തുനിന്ന് ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന തീരുമാനം എടുത്തപ്പോഴേ എല്ലാവരും കൂടി ഇവന്റെ കാര്യം പോക്കാണ്, ഇവൻ ഭ്രാന്താണ്, ഇവന് വട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഇതൊരു ഭ്രാന്താലയാണ്. അന്നേരം അവിടെ ഒരു ഭ്രാന്തന് മാത്രമേ പിടിച്ചിരിക്കൂ. ഇവിടെ ഭ്രാന്തുള്ളവർക്ക് മാത്രമേ പിടിച്ചിരിക്കൂ. നല്ല വട്ടുമാണ്. എന്തിനോടുള്ള വട്ട്? എങ്ങനെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു പട്ടുമാണ്, ഭ്രാന്തുമാണ്. എങ്കിലും എന്തെങ്കിലും അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം ഗുരുവായൂരപ്പന്റെ കാരുണ്യം. പാർത്ഥൻ പറഞ്ഞതുപോലെ എന്തു പറയുന്ന, ഇവിടെ ഭഗവാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ കാരുണ്യം മാത്രം, അല്ലേ?
അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള ആസക്തിയാണ്. യഥാർത്ഥ വിരക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ആസക്തിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന് വേണ്ടിയാണെങ്കിൽ നമ്മൾ എന്തും ചെയ്യും, ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുക. അന്നേരം ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് കേരളം ഒരു ഭ്രാന്താലയമാണ്. ഞാൻ പറഞ്ഞതല്ല, സ്വാമി വിവേകാനന്ദജി വരെ പറഞ്ഞ കാര്യമാണ്. അല്ല, അതിലൊരുപാട് അർത്ഥമുണ്ട്. കാരണം എന്താ, കേരളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിയുള്ള വ്യക്തികളാണ്. പക്ഷെ അവരുടെ ബുദ്ധിയെല്ലാം തെറ്റായിട്ടുള്ള ദിശയിലേക്ക് പോവുകയാണ്. ഒരു വ്യക്തിയെ ഭ്രാന്തൻ അല്ലെങ്കിൽ ഭ്രാന്തി നമ്മൾ എപ്പോഴാണ് പറയുന്നത്, അവരുടെ നന്മ പോലും അവർക്ക് മനസ്സിലാകാതെ തെറ്റായിട്ടുള്ള ദിശയിലേക്ക് പോകുമ്പോഴാണ് അവരെ നമ്മൾ ഭ്രാന്തി എന്ന് വിളിക്കുന്നത്. അല്ലേ, നമ്മൾ പറയാറില്ലേ, എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്, ഇങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് വിച്ച് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ഒരു കാര്യം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഭ്രാന്തെന്ന് പറയുന്നത്. അതേപോലെയാണ് നമ്മൾ മലയാളികൾ. സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇത്രയും കഴിവുകളുള്ള ആൾക്കാരാണ്, ഇത്രയും ഉയർന്നു ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. ഇടയ്ക്ക് വെച്ചൊരു സ്വാമിജി, എൻ്റെ സീനിയറായിട്ടുള്ള ഒരു സന്യാസി, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ആശ്രമത്തിൽ വെച്ച് പറയുകയാണ്, കേരളക്കാരെന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു, എന്താ സ്വാമിജി അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ, ഞാൻ ഇന്ന് ട്രെയിനിൽ വന്നപ്പോൾ അന്നേരം ഈ സന്യാസ ദണ്ടും അതൊക്കെ പിടിച്ചിട്ട് വേഷമൊക്കെ ഇട്ടിട്ടിരിക്കുക. അന്നേരം ഒരു വീട്ടമ്മ ഇദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആട്ടിമുടി ഇങ്ങനെ, ഇതെന്ത് വേഷം ഇങ്ങനെ. ചുറ്റും കുടുംബക്കാര് എല്ലാരും ഉണ്ട്, പക്ഷെ ആ വീട്ടമ്മ ഇങ്ങനെ തന്നെ നോക്കും, ഇത് എന്താ ഈ വേഷം ഇങ്ങനെ. എന്നിട്ട് അവർക്ക് അവരുടെ ജിജ്ഞാസ അടക്കാൻ പറ്റിയില്ല. അവസാനം ചോദിക്കുകയും ചെയ്ത്, ഇതെന്ത് വേഷമാണ്, ഈ കയ്യിലെന്താണ്, ഇതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് കുറി ഇങ്ങനെ. അന്നേരം മലയാളികൾ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസുക്കളാണ്. മറ്റ് സ്റ്റേറ്റുകളിലുള്ളവർക്ക് ഇത്രയും ജിജ്ഞാസ കാണത്തില്ല. മലയാളികൾക്ക് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കും, ലോകത്തിലെ ഓരോ രാജ്യങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു, എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികളെ പോലെ ആകാംക്ഷ വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വലിയ ഉത്സാഹമാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും, പുതിയ ട്രെൻഡുകൾ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പൊതുവെ ഒരു ജിജ്ഞാസയുണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ. പക്ഷേ ആ ജിജ്ഞാസ മറ്റു സ്റ്റേറ്റിലുള്ള എല്ലാവർക്കും കാണത്തില്ലെന്നുള്ളതാണ്. ഇനി ഒരു സിനിമ ഇറങ്ങുവാണെങ്കിൽ പോലും ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് മലയാള സിനിമ പോലെ ഒരു ആരുടെയും ബുദ്ധിയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ വേറെ ഇല്ല. തല്ലിപ്പൊളി സിനിമകളും വരാറുണ്ട്, പക്ഷെ എല്ലാവരും ചിന്തിപ്പിക്കും. കാരണം എല്ലാം ബുദ്ധി കൂടിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയം കുളമാവുന്നത്. കാരണം എല്ലാം ബുദ്ധിമാന്മാരാണ്. പൊതുവെ ഭരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്കല്ലേ ഭരിക്കാൻ പറ്റൂ. നല്ല ബുദ്ധിയുള്ളവർക്കല്ലേ. ഇത് എല്ലാവരും ബുദ്ധിമാന്മാരായിട്ട് അതുകൊണ്ട് വളരെ ടഫാണ് കേരളത്തിൽ. ഇവിടെ എല്ലാരും ബുദ്ധിമാന്മാരാണ്. ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും ചിലപ്പോ അധികം വിദ്യാഭ്യാസം പോലും കാണത്തില്ല, പക്ഷെ അവർക്കും ഭയങ്കര ജിജ്ഞാസയായിരിക്കും. എല്ലാത്തിനും ഒരു മിടുക്കുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ ഒരു കഴിവിനെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ, വളരെ പെട്ടെന്ന് ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയുള്ളൂ. എന്നാലോചിച്ചു, ശങ്കരാചാര്യൻ കേരളത്തിൽ വന്ന ആളല്ലേ. എന്നാലോചിച്ചു, അന്നേരം ഒരുപാട് തത്വചിന്തകന്മാരുടെ സ്ഥലമാണിത്. മറ്റെല്ലാ സ്റ്റേറ്റുകളെക്കാട്ടിയും കേരളത്തിന് എന്തോ ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വെറുതെ പറയുന്നില്ല. അന്നേരം നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ശിക്ഷണങ്ങളെയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ
മറ്റേത് വിഭാഗത്തിലുള്ള ആൾക്കാരെക്കാട്ടിയും വളരെ വേഗത്തിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭക്തിയിൽ പുരോഗമിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ എത്ര പണ്ഡിതന്മാരുണ്ട്. ഭാഗവതം കാണാപ്പാഠം പഠിച്ച ആൾക്കാരുണ്ട്, ഭഗവത്ഗീത കാണാപ്പാഠം പഠിച്ച ആൾക്കാരുണ്ട്. എത്രയോ പണ്ഡിതന്മാർ. സംഗീതത്തിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആയുധന കലകൾ, കളരിയിലാണെങ്കിലും എല്ലാത്തിലും മികവുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ഈ കഴിവുകളെ, ഈവൻ ഭക്ഷണത്തിൽ പോലും സദ്യയെ വെല്ലാൻ ഈ ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സദ്യയുടെ ഓരോ വിഭവവും അത് നല്ല സ്വാദുള്ളതുമാണ്, പക്ഷെ ആരോഗ്യത്തിന് പ്രശ്നമില്ല. നമ്മൾ ഇന്നത്തെ ജങ്ക് ഫുഡിനെക്കാട്ടി എത്രയോ നല്ലതാണ് സദ്യ. ശരീരത്തിന് വളരെ പക്ക സാത്വിക ഭക്ഷണമാണെന്നുള്ളതാണ്. ഇന്ന് അതെല്ലാം നഷ്ടപ്പെടുകയാണ്. പൊതുവേ നമ്മൾ ഇന്നലെ വൈകിട്ട് മഹാഭാരതത്തിൽ പഠിച്ചില്ലേ, ആ ബ്രാഹ്മണ്യ ഗുണങ്ങളൊക്കെ നമ്മൾ മലയാളികളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആ ബ്രാഹ്മണ്യ ഗുണങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാം ആ ബ്രാഹ്മണ കുലത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു. അന്നേരം മലയാളികൾ വിചാരിച്ച എന്താ നടക്കാത്തത്? അതുകൊണ്ട് എൻ്റെ ജോലി വളരെ ടഫാണ്. കാരണം എല്ലാം അറിയുന്നവരെ എന്ത് പഠിപ്പിക്കാൻ? എല്ലാം അറിയാം. എല്ലാം അറിയുന്നവരെ എന്താ പഠിപ്പിക്കേണ്ടത്? പക്ഷെ ഒറ്റ ഒരു കാര്യം അറിയാനുള്ളൂ, ഭഗവാൻ കൃഷ്ണൻ. അത് നിങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ കഥകളും എല്ലാം അറിയാം, പക്ഷെ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുക, അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കുക, നിങ്ങളും അദ്ദേഹമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കിയ പിന്നെ എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം നിങ്ങൾ സ്വയം കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ഒറ്റ കാര്യമേ അറിയാനുള്ളൂ, നിങ്ങൾ ആരാണ്, ഭഗവാൻ ആരാണ്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ? ഇന്നലെ വൈകിട്ടത്തെ ആ രംഗം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു? കണ്ടില്ലെങ്കിൽ ആ മഹാഭാരതം ഒന്നും കൂടെ കാണുക. ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് ഈ മാർക്കണ്ഡേയ ഋഷി പറയുന്നത് കേട്ടില്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്, അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം ആരാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ദുര്യോധനെ പറ്റിയ തെറ്റെന്താണ്? എല്ലാവരെയും മനസ്സിലാക്കി, കൃഷ്ണനെ മാത്രം മനസ്സിലാക്കിയില്ല. പാണ്ഡവരുടെ വിജയം എന്താണ്? ബാക്കി ആരെക്കുറിച്ചും അറിയാൻ താല്പര്യമില്ല, കൃഷ്ണനെ കുറിച്ച് മാത്രം അറിയാൻ താല്പര്യം. അതുകൊണ്ട് ആ കൃഷ്ണനെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കൃഷ്ണൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ മലയാളിയെ വെല്ലാൻ ഈ ലോകത്ത് വേറെ ആരും കാണത്തില്ല. ഭഗവാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഗുരുവായൂരപ്പൻ പ്രത്യക്ഷ സൂര്യനായിട്ട് ഗുരുവായൂരിൽ ഇരിക്കുകയല്ലേ. അദ്ദേഹത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദേഹം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തത്? ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാളുടെ ആവശ്യമില്ല നിങ്ങൾക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം നമുക്ക് ഇന്നതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റി അല്ലേ? ഇന്ന് വൈകുന്നേരത്ത് 6 മണിക്ക് നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഇന്നും നാളെയും ചിലപ്പോൾ സത്സംഗം കാണാതിരിക്കാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കണം. നേരത്തെയുള്ള സത്സംഗം വീണ്ടും കേൾക്കുക. വേറൊന്നുമല്ല, ഞാൻ മാക്സിമം വരാൻ ശ്രമിക്കാം ലൈവിൽ. കാരണം ഇന്ന് നമ്മൾ നെല്ലുവായ ഏകാദശിയോടനുബന്ധിച്ച് കീർത്തനവും അവിടെ പ്രചരണമായിരിക്കും. അതിനിടയിൽ ഞാൻ വരാൻ ശ്രമിക്കാം കേട്ടോ. അഥവാ വന്നില്ലെങ്കിൽ വിഷമിക്കരുത്. നിങ്ങൾ നേരത്തെ സത്സംഗം കേൾക്കുക. മാക്സിമം ഞാൻ നോക്കാം. അഥവാ ലൈവിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഈ ഭാഗവത തത്വങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കാനുള്ള മഹാസൗഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മാക്സിമം പേരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമൻസിലിടുക. അതിലൂടെ ഒരുപാട് പേർക്ക് ഈ തത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ ആചരിക്കാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ട് ലൈവിൽ വന്ന ഭക്തർ കംപ്ലീറ്റ് ആദ്യം മുതലുള്ള ക്ലാസ് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിലൂടെ സംഭവിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇതൊന്നും എൻ്റെ അറിവുകളല്ല, ഭഗവാന്റെ അറിവുകളാണ്, ഗുരു പരമ്പരയിലൂടെ ലഭിക്കുന്ന അറിവുകളാണ്. ഹരേ കൃഷ്ണ. ഇത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം.
മാക്സിമം നമുക്ക് ശ്രമിക്കാം ഇന്ന് വൈകിട്ട് തന്നെ വരാൻ. അഥവാ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടതെല്ലാം പഠിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.